അസ്സലാമലൈക്കും. ഇന്ന് ഞങ്ങൾ അടുത്ത വീക്കെൻഡ് പരിപാടിയാണ്. ഇന്ന് ഞങ്ങൾ മട്ടൻ ചുട്ടെടുക്കില്ല, ഗ്രില്ല് ചെയ്യണ പരിപാടിയാണ്. അതിന് വേണ്ടി മട്ടനൊക്കെ റെഡിയാണ്, മസാല റെഡിയാണ്. ഇത് എന്തെല്ലാം മസാലകളാണ്? ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾ പൊടി, മീറ്റ് മസാല, മല്ലിപ്പൊടി കുറച്ച്, കുരുമുളക്, ഗാർലിക്, ഇഞ്ചർ, പിന്നെ കുറച്ച് കറിവേപ്പില. മട്ടൻ ഒരു 5 കിലോൻ്റെ അടുത്തുണ്ട്. ഓസ്ട്രേലിയൻ മട്ടനാണ്. എല്ല് നമ്മൾ കാല് മേടിച്ചത് നല്ല ഫാറ്റോട് കൂടിയിട്ടുള്ള ഷോൾഡർ അല്ലേ? ഷോൾഡറിൻ്റെ ഇറച്ചിയാണ്. ഏകദേശം മസാല കൂട്ടാണ്. ഒരുപാട് മസാലകളൊന്നുമില്ല കേട്ടോ. ഗ്രില്ല് ചെയ്യാൻ കുറച്ച് മസാല മതി. മീറ്റിൻ്റെ ഫ്ലേവർ എപ്പോഴും പൊങ്ങി നിൽക്കണം. നമ്പർ ഓഫ് മസാലാസ്. പരിപാടി ഗ്രില്ല് ചെയ്യണ വൈകിട്ടാട്ടോ. രാവിലെ മസാല കൂട്ടി വെക്കുക. നല്ല തൈര് ഇതിൽ കൂട്ടണം കേട്ടോ, ഇതിൽ കാണിച്ചിട്ടില്ല. തൈരും കസൂരി മേത്തിയും കൂട്ടാണ്ട് കുറച്ച് കേട്ട സാധനം വേണം. അസ്സലാമലൈക്കും. ഞങ്ങളെ പരിപാടി തുടങ്ങിയിട്ടാ. ഗ്രില്ല് ചെയ്യൽ മട്ടനാണ്. ഓസ്ട്രേലിയൻ രാവിലെ മസാല ഇട്ടിട്ട് ഓസ്ട്രേലിയൻ മട്ടൺ മാരിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്തിക്കണം. ചെറിയ പീസാക്കിയാൽ പെട്ടെന്ന് വെന്തിട്ട്. ഇത് നല്ല ഫാറ്റുള്ള മട്ടനാണ് ഓസ്ട്രേലിയ, അതുകൊണ്ട് ടേസ്റ്റ് കൂടുതലാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഫാറ്റ് ഇങ്ങനെ ഉരുകി ഇങ്ങനെ വീണിട്ട് കണലാണെങ്കിൽ പെട്ടെന്ന് കെട്ടുമ്പോൾ സൂപ്പറാണ്. നല്ല കുറച്ച് ചൂടുണ്ട്. ഭയങ്കര സ്മെല്ലാട്ടാ. ഈ സ്മെല്ല് കേട്ടിട്ട് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട്. വേറെയും പരിപാടികളുണ്ട് കേട്ടോ. ഞങ്ങൾ പാട്ട് കച്ചേരി ഉണ്ട്. കായംപടം സാഹിബിൻ്റെ നല്ല നെയ്യുണ്ട് കേട്ടോ. നെയ്യ് ഇങ്ങനെ ഉരുക്കി വേണ്ടിട്ട് പോകാൻ വീശൊന്നും വേണ്ട, കണലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. മട്ടൻ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ജ്യൂസിയാണ്. ജസ്റ്റ് നമ്മൾ ഒരുപാട് മസാല ഒക്കെ ഇട്ട് ബിരിയാണി, മജ്ബൂസ്, അത് വേറെ ടേസ്റ്റ്. പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്യണം. ജസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. കണൽ ഉണ്ടാക്കലൊരു ടാസ്ക്കാണ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ചാർക്കോൾ മേടിക്കാൻ കിട്ടും. ഒരു ഓയിലുണ്ട്, അത് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണലാവും. സംഗതി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കണലിൽ വെച്ചിട്ടുണ്ട്. ആ ചൂടോട് കൂടി കഴിക്കാണ്ടല്ലോ, അടിപൊളി. പ്രവാസികൾ ഇങ്ങനെ ഒരുപാട് റൂംമേറ്റ്സും കൂട്ടുകാരൊക്കെ ഉണ്ടാവും. ഒരു ദിവസം ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ഒരു ദിവസം ഇങ്ങനെ കൂടുക. കുറച്ച് പാട്ട്, കുറച്ച് വർത്താനം, കുറച്ച് തള്ളുകൾ, ഇൻ്റർനാഷണൽ കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വരും കേട്ടോ. ഈ ലോകത്ത് ഇനി ഞങ്ങൾ സംസാരിക്കാത്ത വിഷയം ഉണ്ടാവില്ല. ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ കുറേ തള്ളിമറിക്കും, ഭയങ്കര രസമായിട്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഒരു വ്യത്യസ്തമായിട്ടൊരു ദിവസം നമുക്ക് ഓർമ്മിക്കാനും, നമുക്ക് നാളെ മറ്റന്നാൾ അന്ന് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് പ്രവാസികളെ തട്ടുകാട്ടെ. പാട്ടും ഗ്രില്ലും എല്ലാ അവസാന ഘട്ടത്തിലായിട്ടാണ്. 1-2 മണിക്കൂർ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ കൂട്ടത്തിലുള്ള ഏറ്റവും സീനിയർ പ്രവാസിയായിട്ടാണ്. ഇത്രയും 42 കൊല്ലം. പ്രവാസികൾക്ക് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. നമ്മളൊക്കെ ജനിക്കാര് പോലെ ഖത്തറിലെത്തിയ ആൾക്കാരാട്ടോ. അതായത് ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ഒരാഴ്ചയിലൊക്കെ ഒന്ന് കൂടുമ്പോഴേ നമുക്കൊരു ഹാപ്പിയാണ്. നമ്മൾ കുടുംബങ്ങളൊക്കെ നമ്മൾ അവിടെ നാട്ടിൽ ഉപേക്ഷിച്ചുകൊണ്ട് വരികയല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊരു സമാധാനം, ഒരു നമ്മളെ മനസ്സിനൊരു കുളിർമൊക്കെ കിട്ടാൻ ഇതിങ്ങനെ ഇടയ്ക്കൊക്കെ കൂടുന്നത് നന്നായിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും
സന്തോഷത്തോടെ ഇരിക്കട്ടെ. ആമീൻ. നാസർഭായിൻ്റെ പാട്ട് എങ്ങനെയുണ്ട്? നാസർ ഒരു കലാകാരനാണ്. പാടുട്ടാ, ഞങ്ങളവിടെ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാടും, അടിപൊളിയായിട്ട് പാടും. ഇതൊക്കെ അല്ലേ നമ്മളെ പ്രവാസികൾക്കൊരു നേരം പോക്ക്. നമ്മളെ കഴിവ് നമ്മൾ തെളിയിപ്പിക്കുക. നമ്മളെ ചൂടാണ് ക്ലൈമറ്റ് പുറത്ത്, എല്ലാവരും നല്ല വേർത്തുക്കണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.